ഇന്നലകളിൽ കേട്ട ചില വാക്തത്വങ്ങൾ, ചില ദൈവശബ്ദങ്ങൾ ദൈവം നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ കാണിക്കാൻ പോകുക. ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ അനേകരുടെ മുമ്പിലൊരു സാക്ഷ്യമായി മാറാനും ആ ദൈവപ്രവൃത്തി, ആ വാക്തത്വ നിവർത്തികൾ കാരണമായി തീരും കേട്ടോ. മോർണിംഗ് മന്നായിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസം ആ ദൈവം നമുക്ക് ദാനമായിട്ട് തന്നെ. പ്രാർത്ഥനയുടെ പുതിയ നിയമത്തിലേക്ക് നമ്മൾ ഇനി ദൈവവചന ഭാഗങ്ങൾ ചിന്തിക്കാൻ പോവുക. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണമെന്ന് തമ്മിൽ പറഞ്ഞു. ആമേൻ. 16-ാം വാക്യം. അവർ ബന്ധപ്പെട്ട് ചെന്നു മറിയെയും യോസഫിനെയും പശുത്തൊട്ടി കിടക്കുന്ന ശിശുവിനെയും കണ്ടു. എന്തുവാണ് ദൈവത്തിന് ദൂതന്മാർ വന്ന് പറഞ്ഞത്? ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടി കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. കണ്ടോ? പറയുക, ദൂതന്മാർ പറയുക. ഇതാര് കേട്ടു? ഇടയന്മാർ കേട്ടു. അവൻ ഞാൻ ചിന്തിക്കാറുണ്ട് പലപ്പോഴും, കർത്താവ് എന്താ ഇടയന്മാരോട് പറഞ്ഞത്? ആ സമൂഹത്തിൽ എത്രയോ നല്ല ആൾക്കാരുണ്ട്. ആ ദേശം ഭരിക്കുന്ന ഹേരോദാവിനോടൊക്കെ എന്ന് പറഞ്ഞുകൂടായിരുന്നു? ഇല്ല, പറയത്തില്ല. നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നും അല്ല ദൈവം ചെയ്യുന്നത് കേട്ടോ. ഇടയന്മാരോട് പറഞ്ഞാൽ അവർ ആ രീതിയിൽ എന്തു ചെയ്യും? ഇത് പുറത്ത് കൊണ്ടുവരുമെന്ന് കർത്താവിനറിയാം. ഹല്ലേലൂയ. ആ നിമിഷം തന്നെ അവർ പുറപ്പെടുകയാണ്. കണ്ടോ? ഒരു ദൈവശബ്ദം നീ കേട്ട് കഴിഞ്ഞാൽ ദൈവവൈദ്യലെ നമ്മിൽ നിന്നൊരു എഫർട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ചിലത് ചെയ്യണം, കേട്ട ചില കാര്യങ്ങൾ നിറവേറാൻ ചിലത് ചെയ്യണം. തൂത് കേട്ട് അറ്റ്ലീസ്റ്റ് നീ പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യും കുഞ്ഞെ, അത് നിറവേറുക തന്നെ ചെയ്യും. ആമേൻ. ഇടയന്മാർ പറയുകയാണ് ബേത്ലഹേമോളം ചെന്ന്. കണ്ടോ? ഹല്ലേലൂയ. കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണം. അവിടെ ആഗ്രഹം നോക്കിയേ. വിട്ടുകളയ എന്നൊന്നും അവർ പറഞ്ഞില്ല. നമുക്കിത് കാണണം. പ്രിയ ദൈവവൈദ്യരെ, ധൈര്യത്തോടെ വിശ്വാസത്തോടെ നീ ചുവടുവെക്കുന്ന ചില വിഷയത്തിനകത്ത് ദൈവം നിന്നെ ചില കാണിക്കാൻ പോവാം. നിനക്ക് അത്ഭുതം തോന്നും, അത്ഭുതപ്പെടും. അയ്യോ, ഞാനെന്തോ ഇത് കാണുന്നേ. ഹല്ലേലൂയ. ആമേൻ. അതുപോലെ കാണാനിടയായിത്തീർന്നു. ഒരു ദൈവപ്രവൃത്തിയായിട്ട് അത് പരിണമിക്കാനിടയായിത്തീർന്നു. ജീവിതത്തിൽ ഏതൊക്കെ മേഖലകളിൽ ഒരു കറുത്ത അധ്യായം പോലെ നിന്റെ ലൈഫ് മുന്നോട്ട് പോയാൽ കുഞ്ഞെ, ദൈവം നിന്നെ കാണിക്കാൻ തുടങ്ങുന്ന നിമിഷം തൊട്ട് ലൈഫ് തിരിയാൻ തുടങ്ങും. ഈ ഇടയന്മാർ സാധാരണക്കാരാ. ആ പ്രദേശത്ത് അവർ കാവൽ കാത്തുകൊണ്ട് പുറത്താ കിടന്നിരുന്നേ. ഉണ്ടോ? വെളിയിൽ പാർത്തിരുന്നു എന്നാ 8-ാം വാക്യം പറയുന്നത്. അകത്തല്ല. ആ തണുപ്പ് വേറ്റ് ആ പ്രയാസങ്ങളൊക്കെ സഹിച്ച് അവരെ വെളിയിൽ പാർക്കുമ്പോഴാണ് ദൂതൻ വന്ന് അവർക്ക് ചുറ്റും മിന്നി. ഹല്ലേലൂയ. തേജസ് മിന്നി ഭയപരവശരായി തീർന്നു. കേട്ടോ? ഇതുപോലുള്ള എൻകൗണ്ടറുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ നാളുകളിൽ ദൈവം അയച്ചു തരട്ടെ. ക്രിസ്തുവിനെ കാണത്തക്ക വിധത്തിലുള്ള ദൈവിക അനുഭവങ്ങൾ പ്രാപിക്കത്തക്ക വിധത്തിലുള്ള തുടർന്നുള്ള നാളുകൾ കർത്താവിൽ ആശ്രയിച്ച് സന്തോഷത്തോടെ ജീവിക്കത്തക്ക വിധത്തിലുള്ള ഇന്നലകളിലെ വേദനകളും ഒറ്റപ്പെടലുകളും പുറത്ത് നിർത്തുന്ന അനുഭവങ്ങളെല്ലാം മാറത്തക്ക വിധത്തിലുള്ള ദൈവിക സന്തോഷത്തിൻ്റെ ആ എൻകൗണ്ടറുകൾ നൽകിത്തരാൻ ദൈവം വിശ്വസ്തനാണ്. പക്ഷേ ചുവടുവെക്കാൻ ഞാനും നിങ്ങൾ തയ്യാറാണോ? കേട്ടത് കാണാൻ ഒരു സ്റ്റെപ്പ്. റെഡിയാണോ? കാണാൻ പോവാ. ചുറ്റും മിന്നും, ദൈവദേശം മിന്നും. സ്റ്റെപ്പ് വെക്കും, ദൈവപ്രവൃത്തി കാണും. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, എത്ര ആഴമായിട്ട് അങ്ങയുടെ ശബ്ദം നിൻ്റെ മക്കളെ കേൾപ്പിച്ചത്. അങ്ങ് ഞങ്ങളോട് ഇടപെട്ടല്ലോ കർത്താവേ. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന ചില വാക്തത്വങ്ങൾ അത് ദൈവിക ശബ്ദമായി ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറാൻ പോകുന്നു എന്നുള്ള ആ ദൈവാലോചന ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുന്നു. അത് നിറവേറത്തക്ക വിധത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ചില ദൈവപ്രവൃത്തികൾ ദൈവത്താൽ സംഭവിക്കട്ടെ കർത്താവേ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലൊരു അത്ഭുതം കാണട്ടെ. ദൈവദേശ ചുറ്റും മിന്നട്ടെ. അത് ദൈവപുത്രനെ കാണുന്ന വെളിപ്പാടിലേക്ക് കാര്യങ്ങൾ തിരിക്കട്ടെ കർത്താവേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ദിവ്യമായ ആ ഒരു ദർശനം ഈ ശബ്ദം കേൾക്കുന്ന ദാഹമുള്ളവർക്ക് കൊടുക്കണേ കർത്താവ്. ആഗ്രഹമുള്ളവർക്ക് കൊടുക്കണേ കർത്താവ്. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.
മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.